ബീച്ചിൽ കൊണ്ട് ഇറക്കി വിടും. ഇറക്കി വിട്ട് ഒരു 10-20 മിനിറ്റ് സമയം കൊടുക്കും അവർക്ക് ബീച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് പിന്നെ ഈ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വേണമെങ്കിൽ സീ ഫുഡ് ഉണ്ട്, സാധാരണ രീതിക്കുള്ള ഹോട്ടൽസ് പോലെയൊക്കെ എല്ലാ ഫുഡുകളും ഉണ്ട്. അവിടെ കിട്ടും. ആണെങ്കിൽ അത് വേണമെങ്കിൽ മാച്ച് കഴിച്ച് ചായ കുടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ വരാം. അങ്ങനെ എത്ര സമയം വേണ്ടി വരും? അത് നമ്മൾ പതിയെ പോയി എല്ലായിടവും കണ്ടിട്ട് പതിയെ എൻജോയ് ചെയ്ത് പറഞ്ഞെങ്കിൽ 2 മണിക്കൂറാവും. അല്ലെങ്കിൽ ഓടിച്ചിട്ട് കണ്ടിട്ട് 1.5 മണിക്കൂറിൽ കൊണ്ടുവരാം. 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മള് 3 പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ. ഇപ്പൊ ഇവിടെ സ്ഥിരം റേറ്റ് ആണ്? നമ്മുടെ ഇവിടെ സ്ഥിരമാണ്. ഈ സീസൺ അനുസരിച്ച് കൂടുതൽ കുറയൊന്നുമില്ല? സീസണിൽ ഒരല്പം കൂടും. അങ്ങനെ നമ്മൾ തിരുപുറം പൂഴിക്കുന്നൊക്കെ കവർ ചെയ്ത് നമ്മൾ ഇപ്പോൾ പൂവാറെത്തി. പൂവാർ എന്ന് പറയുമ്പോൾ പ്രധാന ഇവിടുത്തെ ബാക്ക് വാട്ടറുകളാണ്. പൂവാർ ബീച്ചുണ്ട്. ബീച്ചിനേക്കാൾ ഉപരി പൂവാർ ബാക്ക് വാട്ടറുകളാണ്. അപ്പോൾ ബോട്ടിലൊന്ന് യാത്ര ചെയ്ത് ബാക്ക് വാട്ടർ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് പൂവാറിനെ സംബന്ധിച്ചുള്ള. പൂവാറിനെ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഈ ബാക്ക് വാട്ടർ കൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ പൂവാർ ബാക്ക് വാട്ടർ എന്ന് പറയുന്ന പേരിൽ തന്നെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ഉണ്ട്. അവരുടെ വിശദവിവരങ്ങൾ ചോദിക്കാം. അവരുടെ ഒരു ബോട്ട് യാർഡാണ് ഇത്. ഇവിടെ നിന്നാണ് ആ ബാക്ക് വാട്ടർ ഇത് പുറപ്പെടുന്നത്. അങ്ങോട്ട് പോവാം. നമസ്കാരം. നമസ്കാരം. പേര്? ക്രിസ്റ്റഫർ. പൂവാർ ബാക്ക് വാട്ടറിന്റെ വാട്ടറിൽ വർക്ക് ചെയ്യുന്നത് യൂണിയന്റെ ആണ്. ഇത് പ്രത്യേകത ഉള്ളത് യൂണിയന്റെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് മുന്നണിയുടെ, 2 പാർട്ടിയുടെ 2 തൊഴിലാളി സംഘടനകളാണ് AITUCയും INTUC. INTUC ജോയിൻ ചെയ്ത്, അതിന്റെ തൊഴിലാളികൾ ജോയിൻ ചെയ്ത് ഒരുമിച്ചാണ് ഈ പൂവാർ ബാക്ക് വാട്ടർ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ അപ്പോൾ കളക്ഷൻ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് അങ്ങനെ 27 പേരുണ്ട്. 27 പേരുണ്ട്. ഒരു സൊസൈറ്റി പോലെ. ഇത് കുത്തക മുതലാളിമാർ കൊണ്ടുപോകല്ല, എല്ലാവരും തൊഴിലാളികളും. അപ്പൊ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ബോട്ട് ഓടിക്കുന്നവരുണ്ട്. അല്ല, എല്ലാരും ബോട്ട് ഓടിക്കുന്നവരാ. പക്ഷെ 2 പേര് എപ്പോഴും അത് മാറി മാറി പുറത്ത് നിൽക്കും. എന്നുവെച്ചാൽ വരുന്നവരെ ഒന്ന് കളക്ട് ചെയ്യുക, അവരെ ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരെ കൊണ്ട് കയറ്റുക. അത് ഓരോ ആഴ്ചയിലും മാറി മാറി വരും. 27 പേരും മാറി മാറി വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ പൂവാറിൽ വരുന്ന ഒരാള് ബാക്ക് വാട്ടർ എൻജോയ് ചെയ്തിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അതാണ് അതിന്റെ പ്രധാനം. പൂവാറിൽ വരുന്നവർ ബാക്ക് വാട്ടർ എൻജോയ് ചെയ്യാൻ തന്നെ പറഞ്ഞത്. സ്പെഷ്യലായിട്ട് ചോദിച്ചിട്ട് പറഞ്ഞത്. അപ്പൊ ആ ബാക്ക് വാട്ടർ എക്സ്പീരിയൻസ് ചെയ്യും എന്തൊക്കെയാണ് അതിലൂടെ നമ്മൾ ബാക്ക് വാട്ടർ യാത്രയിൽ കാണുന്നത്? നമ്മൾ ഇവിടെ നിന്ന് കുറെ ദൂരം ചെല്ലുമ്പോഴത്ത് ഈ റിവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് നെയ്യാറാണ്. നെയ്യാർ റിവറാണ്. ഇത് പൊഴിയൂരിൽ നിന്നാണ് കടലിൽ ചേരുന്നത്. ഇത് കടലിൽ ചേരുന്ന പൊഴിയൂരും പൂവാറിന് ഇടയ്ക്കൂടെ പോകുന്ന ഒരു കടലും പുഴയും കൂടെ ഒന്നിക്കുന്ന സ്ഥലമുണ്ട്, പൊഴി. അവിടെ കൂടെ ഉള്ളിൽ ചെല്ലും, കടലിൽ ചെല്ലും. അതാണ് സ്ഥലം. അവിടെ നിന്ന് ഒഴുകി ഇവിടെ ഇല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഒഴുകുന്നത്. കടലിലോട്ട് ഒഴുകി നേരെ കടലിലോട്ട് പോകും. പോകുന്ന വഴിക്ക് ഇവിടെ കണ്ടൽക്കാടുണ്ട്. കണ്ടൽക്കാടിനകത്തൂടെ ഒക്കെ കയറി പോകും. ഇത് സെന്ററിൽ വരും. ഇതിനകത്തൂടെ ഇങ്ങനെ തോട് വഴിക്ക് കയറി അതിനകത്തൂടെ കറങ്ങി വേറൊരു കണ്ടലുണ്ട്, അതിലൂടെ കറങ്ങി പിന്നെ പോകുന്ന വഴിക്ക് കുറെ റിസോർട്ടൊക്കെ ഉണ്ട്. അതിനകത്തൂടെ ഒക്കെ കറങ്ങി പോയി എല്ലാം കൂടെ ഒരു 1.5-2 മണിക്കൂർ ഇങ്ങനെ കൊണ്ട് കറങ്ങിയിട്ട് ലാസ്റ്റ് കൊണ്ട് ബീച്ചിൽ കൊണ്ട് ഇറക്കി വിടും. ഇറക്കി വിട്ട് ഒരു 10-20 മിനിറ്റ് സമയം കൊടുക്കും അവർക്ക് ബീച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് പിന്നെ ഈ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വേണമെങ്കിൽ സീ ഫുഡ് ഉണ്ട്, സാധാരണ രീതിക്കുള്ള ഹോട്ടൽസ് പോലെയൊക്കെ എല്ലാ ഫുഡുകളും ഉണ്ട്. അവിടെ കിട്ടും. ആണെങ്കിൽ അത് വേണമെങ്കിൽ മാച്ച് കഴിച്ച് ചായ കുടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ വരാം. അങ്ങനെ എത്ര സമയം വേണ്ടി വരും? അത് നമ്മൾ പതിയെ പോയി എല്ലായിടവും കണ്ടിട്ട് പതിയെ എൻജോയ് ചെയ്ത് പറഞ്ഞെങ്കിൽ 2 മണിക്കൂറാവും. അല്ലെങ്കിൽ ഓടിച്ചിട്ട് കണ്ടിട്ട് 1.5 മണിക്കൂറിൽ കൊണ്ടുവരാം. 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മള് 3 പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ. ഇപ്പൊ ഇവിടെ സ്ഥിരം റേറ്റ് ആണ്? നമ്മുടെ ഇവിടെ സ്ഥിരമാണ്. ഈ സീസൺ അനുസരിച്ച് കൂടുതൽ കുറയൊന്നുമില്ല? സീസണിൽ ഒരല്പം കൂടും. അല്ലേ, മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടിലും ചീപ്പാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മളിവിടെ ശരിക്കും വരുമ്പോൾ സാധാരണ പ്രൈവറ്റ് ഓണേഴ്സ്
ആണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രൈസ് ഹൈക്ക് ചെയ്യും. കാരണം ഈ സീസൺ ടൈമിൽ ഇവിടെ അത്ര ഹൈക്ക് ചെയ്യത്തില്ല. ഇവിടെ ഒരു ന്യായമായ റേറ്റേ ഉണ്ടാവുള്ളൂ. കാരണം തൊഴിലാളികൾ നടത്തുന്ന പ്രസ്ഥാനമായത്. ഇതിനകത്ത് കാണുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. കാണുന്ന സ്ഥലങ്ങളാണ് കാണിച്ചത്. ഇത് നമ്മളിവിടുത്തെ പൂവാറ് ആണ്. കയറിയാൽ ഇത് കോക്കനട്ട് ഐലൻഡ് ആണ്. ഇതിങ്ങനെ ഇതിന്റെ 4 ചുറ്റും ഇങ്ങനെ ചുറ്റി കാണിക്കും. അതിനുശേഷം ഈ കണ്ടൽക്കാട് ആർച്ച് പോലെ ഉണ്ടാവും. അതിനുശേഷം ഈ സ്ഥലം പോകുന്ന വഴിക്കുള്ളത് തന്നെ ഇത് കാണിക്കും. ബേർഡ്സ് വാച്ചിങ് ഉണ്ട്. ഇതിനകത്ത് പോകുന്ന വഴിക്കെല്ലാം ബേർഡ്സ് ഒക്കെ അതൊക്കെ കൊണ്ട് കാണിക്കും. ഇതാണ് കണ്ടൽക്കാടിന്റെ കൂടെ പോകുന്നത്. ഇത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്. ഇതാണ് ഫ്ലോട്ടിംഗ് കോട്ടേജ്. ഇത് എസ്റ്റുറി പോയിന്റ്, കടലും പുഴയും കൂടെ ഒന്നിക്കുന്ന സ്ഥലം എസ്റ്റുറി പോയിന്റ്. ഇതാണ് ബീച്ചിൽ കൊണ്ട് ഇറക്കി വിടും. കുറെ സമയം തരും. അതിനുശേഷം ഇത് മാംഗ്രൂവ്സ്, ഇത് ചുറ്റി കാണിക്കുന്നത്. ഇത് കോക്കനട്ട്. ഇങ്ങനെ ഇത് മദർ മേരി സ്റ്റാച്ചു ഉണ്ട്. അതിനുശേഷം എലിഫന്റ് ഷേപ്പ് റോക്ക് ഉണ്ട്. എലിഫന്റ് ഷേപ്പ് ആ ഒരു പാറ, ഒരു ആനയെ പോലെ അത് കാണിക്കും. അതിനുശേഷം ഇത് പോകുന്ന വഴിക്ക് ഹോഴ്സ് റൈഡ്, ക്യാമൽ റൈഡ് ഒക്കെ അതിനകത്ത് അവിടെ ഉണ്ട്. ഇതെല്ലാം കാണിച്ചിട്ട് കൂടെ കഴിഞ്ഞ് തിരിച്ചെത്തുക എന്നുള്ളതാണ്. ടൂറിസ്റ്റുകൾ ഏത് സമയത്തും വരും പോകും. നമ്മുടെ എപ്പോഴും ബസ് ബോട്ട് അവൈലബിൾ ആണ്. എപ്പോഴും ഉണ്ടാവും. ഏത് സമയം വന്നാലും ബോട്ട്. ഇപ്പൊ സീസൺ ടൈം ആണോ? ഇപ്പൊ ഓഫ് സീസൺ ആണ്. ഇപ്പൊ ഓഫ് സീസൺ. ഈ സ്കൂള് പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം സീസൺ ആവുന്നത്. അപ്പൊ നോർമലി ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ് സീസൺ? അങ്ങനെയല്ല, ഇടവിട്ട് ഇങ്ങനെ മാസം. ഇപ്പൊ ഓഫ് സീസൺ ആണ്. ശരിക്കും ഓഫ് സീസൺ ഒരു 2 മാസം ഇങ്ങനെ പോകും. ഏപ്രിൽ മുതൽ തുടങ്ങും. ഏപ്രില് 10-ാം തീയതി മുതൽ അങ്ങോട്ട് ഒരു 2-3 മാസം ഉണ്ടാവും ഇവിടത്തെ സീസൺ, അതായത് കേരളത്തുള്ള. പിന്നെ നോർത്തില് ജൂലൈ തൊട്ട് പിന്നെ നോർത്തിലെ സീസൺ. അവിടുത്തെ സ്കൂള് ലേറ്റാണ് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ സീസൺ പിന്നെ വന്ന് മറ്റേ ദീപാവലി അത് അങ്ങോട്ട് പിന്നെ ഓരോ മാസം ഉണ്ടാവും. ഏതെങ്കിലും ഡിസംബർ ജനുവരി വരെയൊക്കെ ഉണ്ടാവും. അതായത് ഓരോ മാസം കുറയും, ഒരു മാസം കൂടും, അങ്ങനെ കൂടി കയറി വരും. അതായത് നമ്മുടെ ഈ വെക്കേഷനില്ലേ, നമ്മളിവിടുത്തെ ഓണം ക്രിസ്മസ് അതിന്റെ ഒക്കെ പോലെയാണ്. ഇങ്ങനെ ഇറങ്ങി കയറിയൊക്കെ വരും. അതാണ്. ശരിക്കും കോവളത്തിൽ വരുന്ന ആളുകൾ കോവളം പ്രിഫർ ചെയ്ത് വരുന്നത് പോലെ തന്നെ പൂവാർ പ്രിഫർ ചെയ്ത് വരുന്നത് അതിൽ കൂടുതൽ വരുന്നുണ്ട്. അതിൽ കൂടുതൽ അത് പ്രത്യേകിച്ച് ഇവിടത്തേക്ക് പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യൻസ് ആണ് വരുന്നത് കൂടുതലും, ഫോറിനേഴ്സ് ആണ്? അല്ലല്ല, ഇന്ത്യൻസ് ആണ് കൂടുതലും വരുന്നത്. ഇന്ത്യൻസ്, ഫോറിൻസ് കുറച്ച് പേരേ ഉള്ളൂ. ഫോറിനേഴ്സ് കൂടുതലും ഈ സൺബാത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ആയുർവേദ മസാജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഈ കേരളത്തിന്റെ ഏറ്റവും പ്രത്യേകത ഈ ബാക്ക് വാട്ടേഴ്സ് ഒരുപാട് ഉണ്ടെന്നുള്ളതാണ്. അതിൽ പൂവാറാണ് ഫേമസ്. ഇപ്പൊ കുറച്ച് അഷ്ടമുടിയൊക്കെ ഡെവലപ്പായി വരുന്നത്. പലയിടത്തും കൊല്ലത്തും വേറെ ഒരു പരിപാടിയൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പൂവാർ ടൂറിസം മേഖലയായത് പിന്നെ ഈ നാടിനൊരു വലിയ മാറ്റമുണ്ട്. ഇവിടുത്തെ കുറെ തൊഴിലാളികൾ വർക്ക് ചെയ്ത് ഇതിന്റെ പുറകെ പോകാൻ പല വിധത്തിലുള്ള ജോലികൾ ഇതിൽ ബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ള സ്ഥാപനങ്ങളിൽ വരുമ്പോൾ അവര് കുറെ സ്റ്റാഫിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 10 ബോട്ടുണ്ടെങ്കിൽ 10 ബോട്ട് അത് ഡ്രൈവർ വെച്ചിട്ട് മറ്റുള്ള 2-3 സംസാരിക്കും, ഗസ്റ്റുകൾ ഒന്ന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആളെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ക്ലീനിങ്ങിനൊക്കെ. അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നു. നല്ല ഉദ്ദേശം എത്ര ബോട്ടുകളാണ് ഈ പ്രദേശത്ത്? ഇപ്പോൾ 500-ന് മുകളിൽ ബോട്ടുണ്ട്. 500-ന് മുകളിൽ എല്ലാം ഇങ്ങനെ കിടന്ന് അങ്ങോട്ട് ഓടുന്നു. ഇങ്ങോട്ട് കിടന്ന് ഓടും. എത്ര നാളായിട്ട് ഇവിടെ ഓടുന്നുണ്ട് ജോലി? ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 12-13 വർഷത്തോളമായി. ക്രിസ്റ്റഫർ. 12-13 വർഷത്തോളമായി ഇതിന്റെ പുറകെ. ഗൾഫിലായിരുന്നു. ഗൾഫ് മതിയാക്കിയിട്ട് വന്നിട്ട് ഇതാണ് പൂവാറിനെ ഗൾഫാക്കി. ശരി. ബോട്ടുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ടൂറിസ്റ്റുകൾ. ഓഫ് സീസൺ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ബോട്ടുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നു. അപ്പോൾ പൂവാറിലെ ശരിക്കും പറഞ്ഞാൽ പൂവാർ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, ബാക്ക് വാട്ടർ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ബോട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കുക. അതാണ് പൂവാർ വരുന്നതിൻ്റെ ഉദ്ദേശം. ആർക്ക് വന്നാലും ഇതുപോലെ പൂവാർ ബാക്ക് വാട്ടേഴ്സ് ഉള്ളതുപോലെ ഒരുപാട് ബോട്ട് സർവീസസ് ഉണ്ട്. എവിടെയായാലും പോയി നിങ്ങളതൊന്ന് എൻജോയ് ചെയ്താൽ മാത്രമേ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസാണ് ഉള്ളത്, കാണാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് എൻജോയ് ചെയ്യുക, കാണുക. സമയം വെറുതെ വീട്ടിനകത്തിരിക്കുന്നതിനപ്പുറം മനസ്സും ശരീരമൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി യാത്രകൾ പോവുക.